കിണഞ്ഞ് പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന്? ഉണരൂ, ഉണർന്ന് പ്രവർത്തിക്കൂ, ചിന്തിക്കൂ. നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത്. പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത്. സ്വാമി ഇനി പറഞ്ഞിട്ട് അവരെ ഉണർത്താൻ നിൽക്കണ്ട. അവർ ഓൾറെഡി ഉണർന്നിട്ടാണ് ഇരിക്കുന്നത്. അവരെ ഈ ദുഷിച്ച ചിന്താഗതി അവരെ മനസ്സിലേക്ക് തള്ളിയിട്ടിട്ട് ഇവിടെ മലപ്പുറത്ത് കുംഭമേള തിരുനാവായാലും നടന്നപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നല്ല വൃത്തിക്ക് നടന്നുപോയി. ഒരുപാട് ആ ഏരിയത്തെ ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക്, കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടലും ഒരുപാട് നല്ല രീതിയിൽ നടന്നുപോയി, വൃത്തിക്ക് നടന്നുപോയി. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ നിരാശയാണ് ഉണ്ടായത്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ സ്വാമി ഉള്ളത്. കാരണം സ്വാമി നല്ല പ്രതീക്ഷിച്ചിരുന്നു ഇതിന് എന്തെങ്കിലും പ്രശ്നം മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രശ്നം ആവണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ല. സ്വാമി വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ കുറച്ച് ആളുകളുണ്ട്, രണ്ട് ടീമിലും കുറച്ച് ആളുകളുണ്ട് വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന. അവരല്ലാണ്ട് ഇവിടുത്തെ 99% ആളുകൾക്കും ഏത് മതത്തിൻ്റെ പരിപാടി വന്നിട്ടുണ്ടെങ്കിലും അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്.